നടൻ വിനായകൻ ഇയാളൊരു പൊതുശല്യമാണ്. എപ്പോൾ നോക്കിയാലും ഈ എയർപോർട്ടിൽ കിടന്ന് തുണിയില്ലാതെ കളിക്കുക അല്ലെങ്കിൽ കാണിക്കുക, പിന്നെ അയാളുടെ വീട്ടിൻ്റെ ടെറസിൽ നിന്ന് തുണി പൊക്കി സ്ത്രീകളെ കാണിക്കുക, എന്നിട്ട് വലിയ നടൻ എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷെ കയ്യിലിരിപ്പ് മുഴുവൻ തെമ്മാടിത്തരവും വിവരദോഷിയും ഒക്കെയാണ്. ഇപ്പോൾ ഒരു 8 വയസ്സുകാരിയായ ഒരു പെൺകുട്ടിയെ അധിക്ഷേപിച്ച പേരിൽ ഇപ്പോൾ പോലീസ് കേസെടുത്തിരിക്കുകയാണ്, സ്ത്രീത്വത്തെ അപമാനിച്ചതിൻ്റെ പേരിൽ. യഥാർത്ഥത്തിൽ ഇയാളെ ചങ്ങലക്കിടണം. ശരിക്കും വിനായകൻ എത്ര നാളായിട്ടാണ് പൊതുസമൂഹത്തിൽ ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്? വിനായകൻ സിനിമയിൽ അഭിനയിക്കുന്നു, സിനിമയിൽ അദ്ദേഹം ചെയ്യുന്ന റോളുകൾ ആ രീതിയിലുള്ള ബഹുമാനം എല്ലാവരും കൊടുക്കുന്നുണ്ട്. പക്ഷേ അതിനപ്പുറത്തേക്ക് പൊതുസമൂഹത്തിൽ ഇടപെടേണ്ടതിൻ്റെ കാര്യങ്ങളിൽ ചില മാന്യത നമ്മൾ പുലർത്തേണ്ടതുണ്ട്. സ്ത്രീകളുടെ അടുത്ത് വളരെ മോശമായി പെരുമാറുക, സ്വന്തം വസ്ത്രം ഊരിക്കളഞ്ഞുകൊണ്ട് പരസ്യമായിട്ട് ഡാൻസ് കളിക്കുക, ഇതൊക്കെ ചെയ്യുന്നതാണോ ഒരു മര്യാദ എന്ന് പറയുന്നത്? അപ്പോൾ ഇയാളുടെ അടുത്ത് പലതവണ പിടിച്ചപ്പോൾ ഒക്കെ ഇയാൾ പറഞ്ഞിട്ടുണ്ട്, ഞാൻ അന്ന് ലഹരി ഉപയോഗിച്ചു, ഞാൻ മദ്യത്തിന് അടിമയായിപ്പോയി, ഞാൻ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും രാസവസ്തു ഉപയോഗിച്ചുകൊണ്ട് പ്രശ്നമാണ്. അങ്ങനെ ഇവിടെ ഓപ്പറേഷൻ തൂഫാൻ അടക്കമുള്ള കാര്യങ്ങൾ നടത്തിക്കൊണ്ട് നമ്മുടെ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല മുന്നോട്ട് പോകുന്നു. അങ്ങനെയാണെങ്കിൽ ഈ സിനിമാ താരങ്ങൾക്ക് എവിടെ നിന്നാണ് ലഹരി കിട്ടുന്നത്? ഒരാൾ മദ്യപിച്ചു എന്ന് പറഞ്ഞിട്ട് ഇത്രയും മതോന്മത്തനായി പോവുകയൊന്നുമില്ലല്ലോ. അപ്പോൾ ഇയാൾ വളരെ മോശമായിട്ട് പറയുന്നത് എന്തുകൊണ്ടാണ്? ഇയാളുടെ വാട്സാപ്പിലേക്ക് ഈ മുംബൈ സ്വദേശി, മലയാളിയാണ്, മുംബൈ സ്വദേശി, ഇയാളുടെ പഴയ ചെയ്തികളൊക്കെ വെച്ചുകൊണ്ട് എന്തോ ഒരു വീഡിയോയോ മറ്റോ ചെയ്ത് ഇയാൾക്ക് അയച്ചു കൊടുത്തു. അയാൾ ചെയ്തതാകാം, അല്ലെങ്കിൽ മറ്റൊരാൾ ചെയ്തായിരിക്കാം. ഇതിൽ ഇയാൾ പ്രകോപിതനാകുന്നു. വിനായകൻ പ്രകോപിതനാവുകയും തനിക്കിത് അയച്ചു തന്ന ആളുടെ ആ വാട്സാപ്പ് സ്റ്റാറ്റസിൽ അയാളുടെ ഒരു DP ഒരു ചിത്രമുണ്ട്. അതിൽ ഇയാളുടെ മകളുടെ ചിത്രം, 8 വയസ്സുകാരിയാണ്. ഈ മകളെ മോശമായി ചിത്രീകരിക്കുന്ന രീതിയിൽ വിനായകൻ പോസ്റ്റ് ഇടുകയാണ് ചെയ്യുന്നത്. ഒടുവിൽ ബാലാവകാശ കമ്മീഷൻ തന്നെ നിർദ്ദേശിക്കേണ്ടി വരുന്നു ഇയാൾക്കെതിരെ കേസെടുക്കാൻ. മാവേലിക്കര തഴക്കര സ്വദേശിയായ ഒരു വ്യക്തിക്ക് ആ കഴിഞ്ഞ ജൂലൈയിൽ നടത്തിയ ഒരു സംഭവത്തിനാണ് വിനായകൻ ഇതൊക്കെ ചെയ്തത്. അപ്പോൾ വിനായകൻ ഇത്തരം പ്രവൃത്തി ചെയ്തിട്ട് ഇപ്പോൾ എത്ര തവണ പോലീസ് സ്റ്റേഷനിൽ കയറി, എത്ര കേസുണ്ടായി, എന്നിട്ടും വിനായകൻ എങ്ങനെയാണ് ഈ പൊതുസമൂഹത്തിൽ നടക്കാൻ കഴിയുന്നത്? നമുക്കറിയാം, മലയാളത്തിലൊരു നടനായിരുന്നു ദിലീപിനൊരു കേസുണ്ടായപ്പോൾ എന്തൊക്കെ സംഭവിച്ചു? സിനിമ നഷ്ടമുണ്ടാകുന്നു, അയാളുടെ ജീവിതം തന്നെ തൊലഞ്ഞു പോകുന്നു. ഇപ്പോഴും കോടതി കുറ്റവിമുക്തനാക്കിയ ദിലീപ് എങ്ങനെയാണ് കഴിയുന്നത്? ദിലീപിനൊരു ചിത്രം പോലും ഇറങ്ങുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ കാണുന്നതാണ്. പക്ഷേ ഇവിടെ വിനായകൻ്റെ കാര്യത്തിലാവുന്നില്ലല്ലോ. വിനായകൻ തന്നെ പിടിക്കുമ്പോൾ അല്ലെ താൻ പോലീസ് സ്റ്റേഷനിൽ എത്തുമ്പോൾ ഒക്കെ തന്നെ ഇരവാദമാണ് ഉന്നയിക്കുന്നത്. അങ്ങനെ ഇരവാദം ഉന്നയിച്ച് രക്ഷപ്പെടേണ്ട ഒരാളാണോ? സ്ത്രീകളുടെ അടുത്ത് അവരുടെ സ്ത്രീത്വത്തെ അപമാനിക്കുന്ന രീതിയിൽ പോസ്റ്റ് ഇടുക, ആ രീതിയിൽ കമൻറ്റ് പറയുക, ആ രീതിയിൽ വീഡിയോ ചെയ്യുക, ഇതൊക്കെ എങ്ങനെ നമ്മൾ അംഗീകരിക്കുക? മാത്രമല്ല, സ്വന്തം വസ്ത്രം ഉരിഞ്ഞുകൊണ്ട് വിവസ്ത്രനായി നിന്നിട്ട് എന്ത് കോപ്രായം കാണിക്കുന്നു, അതൊക്കെ തന്നെ ചാനലുകൾ ഒപ്പിയെടുത്തു കഴിഞ്ഞാൽ അതിൽ ബാധിക്കുന്നു. അപ്പോൾ ഇയാൾക്ക് മനോനില തെറ്റി എന്നൊക്കെയാണ് നമ്മൾ കരുതുക. മനോനില തെറ്റിയ ഒരാളെ ഇങ്ങനെയല്ലല്ലോ നമ്മൾ വിടേണ്ടത്. പൊതുസമൂഹത്തിന് ഇയാൾ ഒരു ബാധ്യതയും ശല്യവുമായി മാറിയാൽ അങ്ങനെ ഉണ്ടാകാതിരിക്കാനുള്ള കർശനമായ നിലപാട് സ്വീകരിക്കണം. മുമ്പ് നമുക്കറിയാം, ഷൈൻ ടോം ചാക്കോ എന്ന് പറയുന്ന ഒരു നടനുണ്ടായിരുന്നു. ഇയാളും ഒരുപാട് ലഹരി ഉപയോഗിക്കുന്നതൊക്കെ നേരത്തെ ആരോപണം ഉണ്ടായി. ഒടുവിൽ ഷൈൻ ടോം ചാക്കോയുടെ ചില സംഭവങ്ങളൊക്കെ പുറത്തു വന്നപ്പോൾ അയാൾ തന്നെ സമ്മതിച്ചു, ഞാൻ ലഹരിക്ക് അടിമയായിരുന്നു, എനിക്ക് ധാരാളം ലഹരി കിട്ടുന്നത് സിനിമാ വ്യവസായവുമായി ബന്ധപ്പെട്ടാണ്. അയാൾ ഇപ്പോൾ ഒതുങ്ങിയത് എങ്ങനെയുണ്ടോ? അയാൾക്കെതിരെ നിലപാടുകൾ കർശനമാക്കുകയും പോലീസ് വളരെ കർക്കശമായ നിയമ നടപടികൾ സ്വീകരിക്കുകയും ചെയ്യുന്നുണ്ട്. എന്തുകൊണ്ട് വിനായകന് പിന്നെയും സ്വാതന്ത്ര്യം കിട്ടുന്നു? ഇത് നമ്മൾ 2 തവണ ചിന്തിക്കണ്ടേ? 2 അല്ല, 1000 തവണ ചിന്തിക്കണം സിനിജി. കാരണം കഴിഞ്ഞ 10 കൊല്ലം ഭരിച്ച LDF സർക്കാരാണ്. ഈ വിനായകൻ എന്ന് പറയുന്ന പൊതുശല്യം കറകളഞ്ഞ അന്തം കമ്മി എന്നാണ് പറയുന്നത്. കാരണം ജനകീയനായ മുഖ്യമന്ത്രി, മുൻ മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടി മരിച്ചപ്പോൾ എൻ്റെ തന്തയും ചത്തു, നിന്റെ തന്തയും ചത്തു, അത് മതി എന്ന് പറഞ്ഞ അത്രയും അപഹാസ്യമായി പരിഹാസമായി പോസ്റ്റ് ഇട്ട ആളാണ്. അപ്പോൾ ഇവന് എത്ര വിവരമുണ്ട്? ഈ സിനിമയിൽ അഭിനയിച്ചു എന്ന് പറഞ്ഞ് വിവരം ഉണ്ടാകണമെന്നോ ബഹുമാനം ഇതൊന്നും പിടിച്ചു വാങ്ങാൻ കഴിയുന്നൊരു സാധനമല്ല. അപ്പുറത്തെ വീട്ടിലെ സ്ത്രീയെ തുണിപൊക്കി കാണിക്കുന്ന ഇവൻ എന്തിൽ അഭിനയിച്ചിട്ട് എന്ത് ഓസ്കാർ കിട്ടിയിട്ട് എന്താണ് കാര്യം? ഇവന് പെരുമാറാൻ അറിയില്ല എങ്കിൽ ഇവനെ പോലുള്ളവന്മാരെയൊക്കെ എന്താ ചെയ്യേണ്ടത്? കമ്മി ആയതുകൊണ്ട് എന്തും ചെയ്യാം. 10 വർഷം ഭരിച്ചത് ഞങ്ങളുടെ പോലീസാണ്, അതുകൊണ്ട് ഇവൻ തുണിപൊക്കി കാണിച്ച കേസില്ല. ഇവൻ പിന്നെ കൊച്ചുകുട്ടികൾ അസഭ്യം പറഞ്ഞാൽ, അശ്ലീലം പറഞ്ഞാൽ കേസില്ല. പിന്നെ എയർപോർട്ടിൽ ചെന്ന് കിടന്ന്, പിന്നെ എയർപോർട്ടിലൊക്കെ നമ്മൾ കയറുമ്പോൾ അത്രയും എന്താ പറയുക, സെക്യൂരിറ്റി സംവിധാനത്തോടെ നമ്മൾ എന്തെങ്കിലും പാളിച്ച വന്നാൽ നമ്മളെ പിടിച്ചകത്തിടുമെന്നൊക്കെ ഉള്ളൊരു വല്ലാത്ത ഭയം നമ്മുടെ ഉള്ളിലുണ്ട്. എന്നാൽ ഏതെങ്കിലും തരത്തിൽ അത്തരത്തിൽ പിന്നെ നമ്മൾ പോകുമ്പോൾ ഇവൻ അതിൻ്റെ അകത്ത് കിടന്ന് തുണിയില്ലാതെ മദ്യപിച്ചിട്ട് ഇവൻ അതിൻ്റെ അകത്ത് കിടന്ന് കോപ്രായങ്ങൾ കാണിക്കുന്ന ഒരു സാധാരണക്കാരനായിരുന്നു എങ്കിൽ എന്തായിരുന്നേ? അവന് പുറലോകം കാണാൻ കഴിയുമോ? കുറേ നാളത്തേക്ക് ഇവൻ പിന്നെയും പുറത്തു വരുന്നു, സിനിമയിൽ അഭിനയിക്കുന്നു, വീണ്ടും ഇത് തന്നെ. ഇവൻ ഒരു എന്താ പറയുക, നമ്മളെ വാർത്തകൾ പറയുന്ന രീതിയിലൊന്നും ഇവനെ അഭിസംബോധന ചെയ്ത് പറയാൻ പറ്റുന്നില്ല. നമ്മുടെയൊക്കെ നല്ല പച്ച മലയാളത്തിൽ ഒരു വാക്ക് പറയും, അതുകൊണ്ട് നേരെ ആവുമെന്ന് തോന്നുന്നില്ല. ഈ പുറം തിരിഞ്ഞു നിർത്തി തെങ്ങി കെട്ടിയിട്ട് പച്ച കവിളി മടല് വെട്ടി ഒരു 5 എണ്ണം കൊടുത്ത ഇവൻ നന്നാവുമെന്ന്. ശിവൻ അങ്ങനെ നന്നാക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. കാരണം ഒന്ന് ആലോചിച്ച് നോക്കൂ,
ഇവൻ കല്യാണം കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവന്റെ മക്കളെ പ്രായമല്ലേ വരുള്ളൂ ആ കൊച്ചുകുട്ടിക്ക്. 8 വയസ്സായ ഒരു കൊച്ചുകുട്ടിയെ അതിന്റെ ഫോൺ നമ്പരും അതിന്റെ ചിത്രവും എടുത്ത് ഫേസ്ബുക്കിൽ ഇട്ടിട്ട് അതിന്റെ മുകളിൽ അശ്ലീല കമന്റും. എന്നിട്ട് ഈ കുഞ്ഞിനെ ഈ ഫോൺ നമ്പർ എടുത്തിട്ട് ആളുകൾ മുഴുവൻ ഈ കുഞ്ഞിനെ വിളിക്കുക, അതിനോട് മോശം സംസാരിക്കുക, അതിനെ ഭീഷണിപ്പെടുത്തുക, അതിനെ കൊല്ലുമെന്ന് പറയുക. ഇത് കേരളത്തിലാണ് നടക്കുന്നത്. എന്നിട്ട് നടൻ വിനായകൻ സ്ത്രീത്വത്തെ അപമാനിച്ച് ഒരു കേസ് ഒരു ലൈനിൽ അതങ്ങ് ഒതുക്കുകയാണ്. നടൻ വിനായകൻ സ്ത്രീത്വത്തെ അപമാനിച്ചു. കാരണം എന്താണ്? വിനായകൻ കമ്മിയാണ്. ഇതിപ്പോ നമ്മൾ രാഷ്ട്രീയം പറയുന്നതല്ല. ഇതിപ്പോ ഒരു BJP കാരനായിരുന്നെങ്കിലോ നാട് എന്തെല്ലാം ഇവിടെ നാട് മുഴുവൻ കത്തിച്ചേനെ. എന്തിന്? ഈ അടുത്ത സമയത്ത് പിന്നെ പാലക്കാട് MLA പിഷാരടി ശ്വേതാ മേനോൻ എന്ന് പറയുന്ന അമ്മയുടെ പ്രസിഡന്റിനെ വിളിച്ചിട്ട് രാത്രി വൈകിട്ട് എന്താ പരിപാടി എന്ന് ചോദിക്കുമ്പോൾ ഭർത്താവ് വരും, ഞാൻ ക്രൗൺ പ്ലാസയിലാണ് എന്നവർ പറയുമ്പോൾ പിന്നെ എന്താ വന്നിട്ടാണോ പരിപാടി എന്ന് ഒരു MLA ആണ് ചോദിക്കുന്നത്. നമ്മൾ കാണുമ്പോൾ ഇവരൊക്കെ വലിയ മാന്യന്മാരാണ്. ഇവരൊക്കെ സംസാര രീതി, ഇവരൊക്കെ ആളുകളെ ചിരിപ്പിക്കുന്നു, തമാശ പറയുന്നു, ഫോണിൽ കൂടെ പറയുന്നത് മുഴുവൻ അതും സ്ത്രീത്വത്തെ അപമാനിക്കലല്ലേ. രാത്രി അവരെ ഭർത്താവ് വരുമ്പോൾ അവർ കളിക്കുകയോ ഇരിക്കുകയോ നിൽക്കുകയോ ചിരിക്കുകയോ ചെയ്യട്ടെ, അതിന് ഇയാൾക്കെന്താ? ഈ ശ്വേതാമേനോൻ ബാക്കി എല്ലാത്തിനും വേണ്ടി സംസാരിക്കുന്ന ശ്വേതാമേനോൻ എന്താ? പിഷാരടി ഇത്രയും മോശമായ രീതിയിൽ പറഞ്ഞിട്ട് ശ്വേതാമേനോന് പരാതിയില്ലേ? അൻസിബയെ പറഞ്ഞപ്പോൾ അൻസിബയെ ഒറ്റപ്പെടുത്താനും അൻസിബയെ മാറ്റി നിർത്താനും ഒക്കെ ഇവർക്ക് വലിയ പിന്നെ ഇതുണ്ടല്ലോ. പിഷാരടി പറയുന്നതിൽ തെറ്റില്ലേ? സുഹൃത്തുക്കളാണ് ശരി, അതുകൊണ്ട് അവർക്ക് എന്തും പറയാം എന്നുള്ളതാണ്. അയാളൊരു ജനപ്രതിനിധിയാണ്. ഇത് വേറെ ഏതെങ്കിലും പിന്നെ രാഷ്ട്രീയ പാർട്ടിയിലെ CPM-ലെയോ BJP-യിലെ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയിലെ ആരെങ്കിലുമാണ് പറഞ്ഞിരുന്നെങ്കിൽ UDF-കാരെ വെറുതെ വിടുമായിരുന്നു. സൈബർ ഇടങ്ങൾ മുഴുവൻ ഇത് വല്ലാത്ത ഒരു ഇതായനെയല്ലോ. അപ്പോൾ ഇത് അതായത് ചെയ്തവരുടെ രാഷ്ട്രീയമാണ് ഇവിടെ പ്രധാനം. ഒരാള് ഇപ്പോ കാപ്പ കേസിൽ അറസ്റ്റിലായ സുഗതൻ BJP-കാരനായതുകൊണ്ട് സുഗതനെ നേരെ പിന്നെ പൊങ്കാലയിടലും തീയിടലും കത്തിക്കലുമാണ്. അത് മറ്റാരെങ്കിലും ആണെങ്കിൽ മിണ്ടാട്ടമില്ല. പിഷാരടി ചെയ്താൽ അത് പിഷാരടി തമാശ പറഞ്ഞതാണ്. ഇതൊക്കെയാണോ തമാശ? ഇയാളൊരു ജനപ്രതിനിധിയാണ്. നാളെ സ്ത്രീയും പുരുഷൻ ഭേദമില്ലാതെ ജനങ്ങളുടെ അടുത്തേക്ക് ഇറങ്ങി സംസാരിക്കേണ്ട ഒരാളാണ് ഒരു സ്ത്രീയോട് ചോദിക്കുന്നത് ഭർത്താവ് രാത്രി വന്നിട്ടാണോ പരിപാടി എന്ന്. ഇതൊക്കെ ഈ വിനായകനും പിഷാരടി പോലുള്ളവന്മാരൊക്കെ ഇതിലും അപ്പുറം സംസാരിക്കുന്നവരുണ്ടാകുമായിരിക്കാം, ഇല്ലായിരിക്കാം. പക്ഷേ 8 വയസ്സായ ഒരു പെൺകുട്ടിയോട് ഇത്തരത്തിൽ മോശമായ രീതി കാണിച്ചവൻ ഇനി ഏത് ലഹരി ഉപയോഗിക്കുന്നവൻ എന്ന് പറഞ്ഞാലും ഏത് നിയമത്തിന്റെ ഇതിൽ രക്ഷപ്പെടാൻ പറ്റുമെന്ന് പറയുന്നവനാണെങ്കിൽ ഏത് രാഷ്ട്രീയ പാർട്ടി എന്ന് പറഞ്ഞാലും അവനെ പച്ച കവള് മടൽ വെട്ടി അടിച്ച് അവൻ ഒരു പൊതുശല്യമാണെങ്കിൽ അവൻ എവിടെ കൊണ്ടിടണോ അവിടെ കൊണ്ടിടാനുള്ള നടപടി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല കാണിക്കണം. അതിനുള്ള ധൈര്യം ചെന്നിത്തലയ്ക്കും പോലീസിനും ഉണ്ടോ എന്നതാണ് ചോദ്യം. അല്ല, ഇപ്പൊ വിനായകൻ ഒരു പൊതുശല്യമാണെന്ന് വ്യക്തമാണ്. ഇനിയെങ്കിലും ഔദ്യോഗികമായിട്ടുള്ള കൃത്യനിർവഹണം ഈ പോലീസ് ഉദ്യോഗസ്ഥർ നടത്തിയാൽ, നിയമപരമായിട്ട് ആ കാര്യം കോടതിയിലേക്ക് എത്തിയാൽ, ഈ കോടതി ശിക്ഷിച്ചാൽ പിന്നെ വിനായകൻ ഇതിന് മുതിരില്ലല്ലോ. അപ്പൊ ഇനി നിങ്ങൾ ഇത് മുതിർന്നാൽ രക്ഷപ്പെടാനുള്ള പഴുതുകൾ മുഴുവൻ അതിൽ എഴുതി വെക്കുക. അത് CPM ഭരിച്ചിരുന്നപ്പോൾ അല്ലെങ്കിൽ ഇത് പറഞ്ഞ LDF ഭരണകാലത്ത് ഇയാൾക്ക് ഒരുപാട് വിട്ടുവീഴ്ച ചെയ്തെങ്കിൽ ഇനിയെങ്കിലും UDF സർക്കാർ അതിൽ ആർജവം കാണിക്കണം. ഇത്തരത്തിൽ സിനിമാ ഫീൽഡിൽ ഉണ്ടായിരുന്ന ഒരാളാണ് എന്ന് പറഞ്ഞിട്ട് ഇരവാദം മുഴക്കി വരാനുള്ള സാഹചര്യം ഉണ്ടാക്കരുത്. നിയമക്കുരുക്ക് കർശനമായിട്ട് മുറുക്കി കഴിഞ്ഞാൽ ഇയാളൊക്കെ ഒരു വിവരവും ഇല്ല. വിവരം ഇല്ലാത്തവന്മാർ എന്തിലും കയറി ഇടപെടുന്ന ഒരു രീതി ഉണ്ടല്ലോ. ഇതിനെക്കുറിച്ച് ഒരു ബോധ്യം വിവരം ഉണ്ടാവില്ല, പക്ഷെ എല്ലാത്തിലും കയറി ഇടപെടും. ആ ലെവലിലാണ് ഇവനും. അത്തരത്തിലുള്ളവന്മാരെയൊക്കെ അടിച്ചു പുറത്താക്കുകയോ അല്ലെങ്കിൽ ഇവനൊക്കെ ഇല്ലെങ്കിലും സിനിമ ഓടും എന്ന് കാണിച്ചു കൊടുക്കുന്ന തരത്തിലേക്ക് സിനിമാ മേഖലയും മാറണം. അല്ല, ഈ വിവരമില്ലായ്മ എന്ന് പറയുന്ന ആരുടെയും കുത്തകയൊന്നും അല്ലല്ലോ. ഇത്തരം മോശമായ പ്രവണത കാണിക്കുന്ന ആളുകൾ സിനിമയിൽ വേണ്ടെന്നൊക്കെ തീരുമാനിച്ചാൽ ഇതിന്റെ സംവിധായകരെ നിർമ്മാതാക്കൾ അടക്കമുള്ളവർ ഇവനെ മാറ്റുക. ഇവനെപ്പോഴും പറയുന്നത് എന്താ, എനിക്ക് ലഹരി അടിച്ചുകൊണ്ട് ഞാൻ അങ്ങനെയായി, എനിക്ക് മറ്റേ ആൾ പറഞ്ഞുകൊണ്ട് ഞാൻ ഇങ്ങനെയായി, മറിച്ച ആൾ ഇങ്ങനെ പറഞ്ഞു. 8 വയസ്സുള്ള ഒരു കുട്ടിയെ പോലും അപമാനിക്കുന്ന രീതിയിൽ ഇത്തരം നിലപാട് സ്വീകരിക്കുന്നു. ബാലാവകാശ കമ്മീഷൻ നിർദ്ദേശം നൽകുന്നു, പോലീസ് കേസെടുക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഇത്തരത്തിലുള്ള ആളുകളെ സമൂഹത്തിൽ തന്നെ തുടച്ചു നീക്കണം. അതിന് ഇവരെ സിനിമയ്ക്ക് അവസരം കൊടുക്കാതിരിക്കുകയോ അല്ലെങ്കിൽ പൊതുസമൂഹത്തിൽ കാര്യങ്ങൾ പറയാനുള്ള അവസരം നിഷേധിക്കുകയോ ഒക്കെ ചെയ്തുകൊണ്ട് കർക്കശമായ നടപടി എടുക്കുക. അങ്ങനെ നടപടി എടുത്താൽ പിന്നീട് ഇത് പറയില്ലല്ലോ. അപ്പോൾ വൃത്തികേട് ഒരു അലങ്കാരമായി കൊണ്ട് നടക്കുന്ന ഇവനെ പോലെ ഉള്ളവനെ എന്നേക്കുമായിട്ട് നിലക്ക് നിർത്താൻ ഇനിയെങ്കിലും UDF സർക്കാരിലെ പോലീസ് സഹായിക്കണം, സഹകരിക്കണം, പ്രവർത്തിക്കണം.